23:1 പറയുന്നു, Psalm 23:1 says, യഹോവ എൻ്റെ ഇടയനാകുന്നു, the Lord is my shepherd, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. I shall not want. ഇതിന്റെ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ When David wrote this psalm, ദാവീദിന് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്ല എഴുതുന്നത് ഞാൻ വിശ്വസിക്കുന്നു. I believe he wrote it in a time when he was not lacking in anything. പക്ഷെ വിശ്വാസത്തോടെ ദാവീദ് പറയുകയാണ്, But in faith he is speaking. സ്തോത്രം, യഹോവേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഇടയനാണെങ്കിൽ, If the Lord is my shepherd, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, if the Lord is with me, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് ആവശ്യമാണെങ്കിലും ആ ആവശ്യങ്ങളെ എൻ്റെ ദൈവം നടത്തും. whatever needs I have in this life, God will meet all my needs. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നീഡ്സ് ഉണ്ട്. ഇംഗ്ലീഷിൽ നീഡ്സ്, നമുക്ക് ആവശ്യങ്ങളുണ്ട്. We have needs in our life. പക്ഷേ നമുക്ക് ഇംഗ്ലീഷിൽ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, നമുക്ക് വാണ്ട്സും ഉണ്ട്. We have wants and we have needs. നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്. We have desires. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ദൈവം നടത്തി തരണമെന്നില്ല. God does not have to meet all our desires. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവം നടത്തുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. But all our needs God will surely meet. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ വിശ്വസിക്കുന്നുവെങ്കിൽ ഹൃദയത്തിൽ ഏറ്റെടുത്താട്ടെ. If for those who are hearing, if you believe it, can you receive this word? ഇതിന്റെ വിശ്വാസത്തോടെ നമുക്ക് ദാവീദ് പറഞ്ഞ പോലെ പറയാൻ സാധിക്കണം, എനിക്ക് എൻ്റെ ദൈവം ദൈവമാണ് എൻ്റെ ഇടയൻ. We can say with David, the Lord is my shepherd. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. I shall not want. അവിടെ പല കാര്യങ്ങൾ ദാവീദ് പറയുന്നുണ്ട്. David is talking about many things. ദാവീദ് കഴിഞ്ഞ കാലത്തിൽ ദൈവം ചെയ്തതിനെ ഓർത്തുകൊണ്ടാണ് ദാവീദ് പല കാര്യങ്ങൾ പറയുന്നത്. David is remembering what God did for him in the past. സങ്കീർത്തനങ്ങളിൽ ഒരു പവിഴം അല്ലെങ്കിൽ രത്നം എന്ന് പറയുവാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. This is one of the jewels psalms. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ദാവീദിനെ നടത്തിയതിനെ ഓർത്ത് ദാവീദ് അതിനെ സ്മരിച്ചുകൊണ്ട് എഴുതുന്ന ഒരു സങ്കീർത്തനമാണ്. അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്തതിനെ ഓർക്കുമ്പോൾ ഇനിയുള്ള കാലങ്ങളിലും ദൈവം എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇനിയും നടത്തുമെന്ന് ഉറപ്പോടെ പറയുന്ന ഒരു സങ്കീർത്തനമാണിത്. So David is remembering all that God did for him in the past, and he continues to believe that the God who led him this far will continue to lead him forward. ദൈവം ദാവീദ് വ്യക്തിപരമായ ഒരു പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. He must have been facing some needs, personal needs. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുട്ടുണ്ടാകുകയില്ല. That is why he is saying, I shall not want. അദ്ദേഹം പറയുന്നു, എന്നെ എല്ലാം പറയുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുകയാണ്. And he is saying he makes me to lie down in green pastures. അതിനതായ ഒരു അർത്ഥങ്ങൾ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. We can say the need might be spiritual or material. അപ്പോൾ എന്ന് പറയാൻ നമ്മുടെ നമുക്കൊരു നന്മയിലേക്ക് ദൈവം വഴി നടത്തുന്ന ദൈവമാണ് എന്ന് ദാവീദ് വിശ്വസിച്ചു. David knew that God had something good for him. പച്ചയായ പുൽപ്പുറങ്ങളിലേക്കാണ് ദൈവം നടത്തുന്നത്. He leads me, makes me to lie down in green pastures. വിശ്വാസം കണ്ടാട്ടെ എന്റെ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്തോത്രം ഒരു ഒരു നാശത്തിലേക്കല്ല ദൈവം എന്നെ നയിക്കുന്നത്. ഒരു നല്ല ഇടയനായ യേശു എന്നെ നയിക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലേക്കാണ്. Can we say with the eyes of faith, can we say that our shepherd is leading us to green pastures? He's not leading us to destruction or to any pit. ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും പറയണം, എന്റെ ദൈവം എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്കാണ് നടത്തുന്നത്. If anyone is afraid, can you say in faith, the Lord is leading me to green pastures? സ്വസ്ഥത ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ പറയാം, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്റെ ദൈവം എന്നെ നടത്തുകയാണ്. If you are troubled on the inside, can you say the Lord is leading me to still waters? എന്തെങ്കിലും വെള്ളം കണ്ടിട്ടല്ല ദാവീദ് പറയുന്നത്. It is not because he saw the still waters. പക്ഷേ ദാവീദിന് അറിയാം തന്നെ ആളുകളെ ദൈവം വെള്ളത്തിന്റെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് നടത്തുമെന്ന്. Because David was a shepherd, he knew that God would lead him to still waters. ഹൃദയം ചൂടുപിടിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. If your heart is troubled on the inside, God will refresh your spirit. ദാവീദ് പറഞ്ഞു, എന്റെ പ്രാണനെ ദൈവം തണുപ്പിക്കുന്നു. He says he restores my soul. ആമേൻ. അപ്പോൾ ദൈവം നമ്മൾ കേട്ടതുപോലെ മോശയെ ദൈവം തന്റെ വഴികളെ കാണിച്ചു കൊടുത്തു. God showed his ways to Moses. അപ്പോൾ ദാവീദ് പറയുന്നു, എന്നെ നീതിപാതകൾ നടത്തുന്നു. He says he leads me in paths of righteousness. കേൾക്കുമ്പോൾ അല്പം സ്വാർത്ഥപരമായ നമുക്ക് തോന്നിയേക്കാം. We might think that David is talking only of himself. പക്ഷേ ഇതൊരു ദൈവിക സാക്ഷ്യമാണ് ദാവീദ് പറയുന്നത്. But he's speaking a true bold witness. അതുകൊണ്ട് തന്നെ ദാവീദ് പറയുകയാണ്, തന്റെ ഉള്ളിലുള്ള അനുഭവത്തെ പറ്റിയാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. It is talking about what he is going through. അകത്തുള്ള അനുഭവം, തന്റെ മനസ്സിന്റേതായ ആത്മാവിന്റെ അനുഭവത്തെ പറ്റിയാണ് ദാവീദ് പറയുന്നത്. He is revealing what is on the inside of him. എന്നാൽ പുറമേയുള്ള കാര്യത്തെ പറ്റി ദാവീദ് പറയുകയാണ്. On the outside he is saying, കൂരിരുൾ താഴ്വാരങ്ങൾ കൂടിയാണ് നടക്കുന്നത്.
Even though I walk through the valley of shadow of death, ഞാൻ ഭയപ്പെടുകയില്ല. I will fear no evil. കാരണമുണ്ട്, There is a reason for that. ദൈവം എന്നോട് കൂടെയുണ്ട്. Because God is with me. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, ദാവീദ് പറയുന്നത് മുട്ടുണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ആമേൻ, ഒരുപക്ഷെ മുട്ട് വന്നേക്കാം, എനിക്ക് എന്റെ ജീവിതത്തിൽ ഇരുട്ടിന്റെ അനുഭവങ്ങൾ വന്നേക്കാം, എന്നാൽ എന്റെ ദൈവം എന്നോട് കൂടെ ഇരുട്ടിലും നടക്കും. It doesn't say that he will go through periods of darkness. He's saying darkness might come in my life, valley might come in my life, but God will be with me. അപ്പോൾ ദൈവത്തിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. His rod and his staff, they comfort me. വടി എന്ന് പറഞ്ഞാൽ പലപ്പോഴും അടിക്കുന്ന സാധനമാണ്, അടിക്കുന്ന ഒരു കാര്യമാണ്. Rod is something we beat with. ഒരുപക്ഷെ ദൈവം നമ്മളെ ശാസിക്കുന്ന അനുഭവങ്ങൾ, ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും വേദനിക്കുന്ന അനുഭവങ്ങൾ വന്നേക്കാം. We might go through experiences where God chastises us with the rod. അത് ദൈവം നമ്മളെ ശിക്ഷിക്കുന്നത്, ദൈവം ശിക്ഷ തൽക്കാലത്തേക്കുള്ള ശിക്ഷ മാത്രമാണ്. That chastisement is only for a while. ആമേൻ. എന്നാൽ അവന്റെ ഒരു ദൈവത്തിന്റെ ഒരു കോലുണ്ട്. But he also has a staff. അത് നമ്മളെ മുമ്പോട്ട് വഴി നടത്തുവാൻ സഹായിക്കുന്നതാണ്. That is a staff which guides us forward. ആമേൻ. നമ്മളെ ശരിയായ പാതകളിലൂടെ നടത്തുന്നതാണ്. It leads us in the right way. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരാനിട്ടല്ല. It is not because problems don't come. പക്ഷെ വിഷയങ്ങൾ വന്നാലും, But even though problems come, ദാവീദ് പറയും, എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. David is saying there is a shepherd who is leading me. എന്നെ എത്തേണ്ട മണ്ഡലങ്ങളിൽ എന്നെ എത്തിക്കുവാൻ കഴിയുന്ന ദൈവമുണ്ട്. He will help me to reach where I should reach. ആമേൻ. എനിക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ട്. My God will give me victory. എന്റെ ശത്രുക്കൾ കാണുക എനിക്ക് മേശയൊരുക്കുന്ന ദൈവമുണ്ട്. He will prepare a table for me in the front of my എന്റെ enemies. തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവമുണ്ട്. He anoints my head with oil. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുകയാണ്. My cup runs over. അവൻ വിശ്വാസത്തോടെ തന്നെ ദാവീദ് പറയുന്നു, David is saying in faith, നന്മയും കരുണയും, surely goodness and mercy ആമേൻ, എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. shall follow me all the days of my അങ്ങനെ life. ഞാൻ എന്റെ നന്മയുടെ കരുണയെയും പിന്നാലെ ഓടത്തില്ല, I don't have to go behind goodness and അതെന്റെ mercy, പിന്നാലെ വരുന്നതാണ്. but they will follow me. യേശു പറഞ്ഞു, എന്നെ നീതി രാജ്യം അന്വേഷിക്കുക, Jesus says, seek my kingdom and his അവൻ righteousness, ബാക്കിയെല്ലാം അതോടുകൂടെ വന്നു ചേരും. and all these things shall be added to you. ആ ദാവീദ് വിശ്വാസത്തോടെ പറഞ്ഞു, David said in speaking in faith, ആമേൻ, എനിക്ക് മുട്ട ഉണ്ടാകുകയില്ല. I shall not want. അങ്ങനെയാണെങ്കിൽ മുട്ട നമ്മുടെ ഒരുപക്ഷെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ കടന്നു വന്നേക്കാം. There might be needs in our lives, പക്ഷേ ഒരു കാര്യം തിരിച്ചറിയണം, but we should know one thing. അതിന്റെ മേൽ പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. God can work in those areas. ഇന്ന് നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, Those who are hearing, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, if there is anyone who does not have any need, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ, there is anyone going through a need, ഒരു കാര്യം ഇന്ന് രാത്രി അറിയണം, we should know one thing. നമുക്ക് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. In our lives there might be needs, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. there might be problems, പക്ഷേ അതിന്റെ മധ്യേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. but in the midst of all that, God will work for us. ആമേൻ. നമ്മുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. God will not just see us in our need and pass us by. എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എന്നെ തുടർമാനമായ ചില വിഷയങ്ങൾ കടന്നു വരുന്നത് ചോദിക്കുന്നവരുണ്ടെങ്കിൽ, There is anyone who's asking why are problems coming one after the other in my life. പക്ഷേ എത്ര വിഷയമുണ്ടെങ്കിലും, But whatever problems come, അതിനെ നമ്മുടെ ജീവിതത്തിൽ തീർക്കുവാൻ കഴിയുന്ന ദൈവം, He can come and put an end to it. ആമേൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ, When Paul writes to the Philippians, അതിന്റെ നാലാം അധ്യായത്തിന്റെ 19 വാക്യം പറയുന്നു. Philippians 4 and verse 19 അതിന്റെ 20 വാക്യം പറയുന്നു, and 20, എന്റെ ദൈവമോ my God നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും shall supply all your needs മഹത്വത്തോടെ according to his riches തന്റെ ധനത്തിനൊത്തവണ്ണം in glory through Christ Jesus. ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. My God shall supply all your need according to his riches in glory by Christ Jesus. ഈ വചനം ഞാൻ വചനം കർത്താവ് യേശു ക്രിസ്തുവിനെ ഒരു വീണ്ടും ജനനത്തെ അനുഭവത്തിൽ വന്ന കർത്താവിനെ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഈ വചനം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ ഹൃദയം മനഃപ്പാഠമാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ തീരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. When I came to the born again experience and I came to know the word, I thought if we had told this verse by heart a lot of times, God will meet our needs. കാരണം അങ്ങനെയായിരുന്നു പല ആൾക്കാരും വചനം കാണാതെ പഠിച്ചിട്ട് നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളെല്ലാം തീരുമെന്ന് അവർ ചിന്തിക്കുന്നവരുണ്ട്. Because there are people who think that if we say this verse by heart, God will meet all our needs. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ But in our life, ഇതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന ചില ദൈവിക മർമ്മങ്ങളുണ്ട്.
There are certain mysteries that is hidden here. സങ്കീർത്തനം 23 ഇതിലും ദാവീദ് പറയുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല. David says, I shall not want. പക്ഷേ പൗലോസ് പറയുക, But Paul is saying, ഇത് രണ്ടും ചേർത്ത് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. I'd like to link these two together. അവിടെ ദാവീദ് പറഞ്ഞു എനിക്ക് മുട്ടുണ്ടാകുകയില്ല. David is saying, I shall not want. പക്ഷേ ഫിലിപ്പിയർക്ക് ലേഖനം ഈ 4-ാം അധ്യായത്തിൽ ഫിലിപ്പിയ സഭയോട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, But Paul is saying to the Philippian church, എന്റെ ദൈവമോ my God നിങ്ങളുടെ ബുദ്ധിമുട്ട് shall supply all your need. എന്റെ ബുദ്ധിമുട്ടല്ല നിങ്ങളുടെ ബുദ്ധിമുട്ട്. My God shall supply all your need. ആമേൻ. തന്റെയൊക്കെയും തന്റെ മഹത്വത്തോടെ According to his riches and glory. തന്റെ ധനത്തിനൊത്തവണ്ണം. According to his riches. അപ്പോൾ ദാവീദ് തന്റെ ബുദ്ധിമുട്ടിനെ പറ്റി പറയുമ്പോൾ, when David is talking about his own needs, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്. Paul here is saying, my God shall supply all your need. അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് അല്ല. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ ആ ജനത്തെ പറ്റി ഒരുപാട് ആമേൻ ഹൃദയത്തിൽ സ്നേഹമുള്ള ഒരു വ്യക്തി ജീവിതമായിരുന്നു. Paul had a lot of love for this church. അപ്പോൾ ഇത് തമ്മിൽ ചേർത്ത് ചിന്തിച്ചാൽ, when we connect the two together, ഇത് രണ്ടിന്റെയും അവസ്ഥകൾ രണ്ടാണ്. the two situations are different. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതം ദൈവ രാജ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തി ജീവിതമായിരുന്നു. Paul had separated his life for the gospel. അത് മാത്രമല്ല പൗലോസ് ആ സഭയെ ഒരുപാട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. Not only that, he loved the church dearly. അതുകൊണ്ടാണ് അതിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, That is why he says in the first verse, അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, that is why he says, my beloved and longed for brethren, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. my joy and crown. അവിടെ ആ ജനത്തെ ഒരുപാട് പൗലോസ് അപ്പോസ്തലൻ ആ ദൈവസഭയിലുണ്ടായിരുന്ന ദൈവമക്കളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. So he loved the people in the church dearly. ആ ദൈവസഭയിലുണ്ടായിരുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. So the people in the church has had some needs during that time. അത് വ്യക്തമായി അറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് that Paul knew about it. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And Paul was praying for them. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ people who are hearing me, ആമേൻ, ഏത് ബുദ്ധിമുട്ടിന്റെ മുമ്പിലാണെങ്കിലും, whatever need you are in front of today, ദൈവത്തിന് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസോട് പറയുന്ന പോലെ തന്നെ, like Paul speaks in the Philippians, ഹല്ലേലൂയ, എന്റെ ദൈവവും my God, നിങ്ങളുടെ ദൈവവും, my God and your God നിങ്ങളുടെ ബുദ്ധിമുട്ടും shall supply your need എന്റെ ബുദ്ധിമുട്ടും and my need. ആമേൻ. തന്റെ മഹത്വത്തോടെ പൂർത്തീകരിക്കാൻ കഴിയുന്ന ദൈവമാണ്. Can supply all our need according to his riches and glory. അതൊരു പക്ഷേ സാമ്പത്തികമായ വിഷയമായിരിക്കാം, It might be a material need, തലമുറയുടെ വിഷയമായിരിക്കാം, it might be the need of your children, കുടുംബത്തിനകത്തെ സമാധാനമില്ലാത്ത മണ്ഡലമായിരിക്കാം, it might be the need of peace in your family ഒരുപക്ഷെ life, മാനസിക പ്രശ്നങ്ങളായിരിക്കാം, it might be a mental problem, ഒരുപക്ഷെ ആത്മീയമായ വിഷയങ്ങളായിരിക്കാം, it might be a spiritual problem, ഒരുപക്ഷെ ജോലി മണ്ഡലങ്ങളിലെ വിഷയമായിരിക്കാം, it might be the problem in your job. ആമേൻ. പക്ഷേ ഏത് വിഷയമാണെങ്കിലും Whatever the problem is, അതിനെ നിറയ്ക്കാൻ കഴിയുന്ന ദൈവം, അതിനെ മാറ്റാൻ കഴിയുന്ന ദൈവം. God is able to meet that need. അപ്പോൾ ഓരോ സഭാസൻ ആ വിഷയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, So Paul is addressing that issue. നിങ്ങളുടെ ബുദ്ധിമുട്ട്, Your need, ആമേൻ, വല്ലുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ട് ശത്രു ആമേൻ ദൈവത്തിന് നീക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഒരുപക്ഷെ ശത്രു പറഞ്ഞേക്കാം. the enemy might tell you God can never meet your need. പക്ഷേ ഇന്ന് വിശ്വാസമാണ്, എന്റെ ദൈവം എന്റെ ബുദ്ധിമുട്ട് നീക്കുവാൻ കഴിയുന്ന ദൈവമാണ്. But can you say in faith, my God is able to meet all my needs? അതേലും ഇന്ന് വിശ്വാസമുള്ളവർ ഏറ്റു പറയണം. If you have faith, can you speak it out in faith? ആമേൻ. ദൈവജനത്തിന് ഇന്ന് ആത്മീയമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടും അല്ലെങ്കിൽ അവരെ ഉത്ബോധിപ്പിക്കുവാൻ പ്രബോധിപ്പിക്കുവാൻ ശക്തിപ്പെടുത്തുവാനാണ് അന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. God's Holy Spirit wants to encourage the children of God. ആമേൻ. അപ്പോൾ അവിടെ യേശു പറയുന്നു, Jesus is saying, ആമേൻ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. in this world you have tribulation. ആമേൻ. ആ കഷ്ടമുണ്ടെന്ന് കർത്താവ് പറയാൻ കാരണമുണ്ട്. The reason he's saying that, ജനിച്ചപ്പോൾ മുതലേ പ്രശ്നങ്ങൾ കണ്ടു വളർന്നതാണ് കർത്താവ് യേശുക്രിസ്തു. Jesus faced problems from the time of his birth. കഷ്ടമില്ലാതെ വളർന്നവനല്ല കർത്താവ് യേശു. It is not that he didn't have any problems. ബുദ്ധിമുട്ട് കാണാതെ വളർന്ന വ്യക്തിയല്ല യേശുക്രിസ്തു. It is not that he grew up without facing any need. യേശു ജനിച്ചപ്പോൾ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. From the time that he was born, there were problems. ആമേൻ. യേശു ജനിച്ചപ്പോൾ ഈ ഭൂമിയിൽ യേശുവിന് ജനിക്കാൻ ഒരു സ്ഥലം പോലും ലോകം കൊടുത്തില്ല. When he was born in this earth, there was not even a place for him to be born. ആമേൻ. തന്റെ ഭവനത്തിൽ പോലും പലപ്പോഴും തള്ളപ്പെടുന്ന അനുഭവങ്ങൾ
അനുഭവങ്ങൾ അത് യേശുവിന്റെ ജീവിതത്തിൽ വന്നു. He was rejected even in his own home. ആമേൻ. ക്രൂശിൽ അവൻ കഷ്ടം അനുഭവിച്ചു. And he suffered on the cross. ആമേൻ. തന്റെ സ്വന്തം ജനത്താൽ അവൻ സ്വന്തം ത്യജിക്കപ്പെട്ടവനായി തീർന്നു. He was rejected by his own people. അപ്പോൾ അനേക വിഷയങ്ങൾ യേശു ജീവിതത്തിൽ കടന്നു വന്നതാണ്. So Jesus has faced many problems in his own life. അപ്പോൾ ബുദ്ധിമുട്ട് കാണാത്ത ദൈവത്തെ ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. So we don't worship a God who did not face any problems. അതുകൊണ്ട് ഏത് ബുദ്ധിമുട്ടാണെങ്കിലും ആ ബുദ്ധിമുട്ടിന്റെ മേൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. So whatever need we face in our life, God is able to meet all those needs. കേൾക്കുന്ന നിങ്ങളോടും എന്നോടും കരുണ തോന്നുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. We worship a God who is able to show compassion and mercy to each one of us. ആയിരിക്കുന്ന അവസ്ഥകളിൽ നമുക്ക് സമാധാനം നൽകുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. He wants to give peace to our life. അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്. That is why Jesus said. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 33-ാം വാക്യത്തിൽ യേശു പറയുകയാണ്. John 16:33 Jesus says. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്. So that in me you will have peace. ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. I speak to you that in me you will have peace. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത്. So what Jesus wants. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാനാണ്. Is that we should experience peace. ആമേൻ. അപ്പോൾ യേശു പറഞ്ഞു. So Jesus said. നിങ്ങൾ ധൈര്യപ്പെടുക, കഷ്ടമുണ്ട്. He said you have tribulations but be of good cheer. അപ്പോൾ ഞാൻ വിചാരിച്ചത് കർത്താവിൽ വിശ്വസിച്ചാൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിച്ചു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളെല്ലാം മാറി പിന്നെ സുഖകരമായ ജീവിതമാണെന്ന്. I first thought that when you come to the Lord that all your problems will be removed. ആമേൻ. പക്ഷേ അത് അങ്ങനെയല്ലല്ലോ. But it is not like that. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എന്ന് പറഞ്ഞാൽ it's an imperfect world. We live in an imperfect world. ആമേൻ. അത് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ നമ്മൾ സ്വർഗ്ഗം ദൈവം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. If it was a perfect world, then God did not have to create heaven. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമി പാഴും ശൂന്യമായിരുന്നു. That is why this earth was formless and empty. ആമേൻ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അത് വീണ്ടും പാഴും ശൂന്യമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. It became empty and void. അതിനകത്ത് ദൈവം പുതിയൊരു ഭൂമിയും ആകാശത്തെയും ദൈവം സൃഷ്ടിക്കാൻ പോവുകയാണ്. And God is going to create a new heaven and a new earth. അപ്പോൾ അതിനകത്ത് inside that സ്തോത്രം നമുക്ക് നമ്മൾ ജീവിക്കുന്നത് ഒരു പൂർണ്ണതയിൽ ഉള്ള ഒരു ലോകത്തിൽ അല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അപൂർണമായത് പലതും കടന്നു വരും. Because we are living in an imperfect world, there might be situations which cause problems. എന്നാൽ അതിന്റെ മധ്യേയും But in the midst of all that, അതിന്റെ മേൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ, but God wants us to set us free. അതിന്റെ മധ്യേയും In the midst of all that, സമാധാനത്തോടെ എന്നെ നിങ്ങളെ നിലനിർത്തുവാൻ, He is able to keep us in His peace. നിങ്ങൾക്ക് പോകേണ്ട വഴികളെ കാണിച്ചു തരുവാൻ, To lead us in the way that we should go. ആ ദൈവം സർവശക്തനായ ദൈവമാണ്. He is Almighty God. യേശുവേ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. Jesus said, "You have tribulations, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ. but be of good cheer. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു." I have overcome the world." ആമേൻ. അപ്പോൾ അവിടെ കഷ്ടം അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ബുദ്ധിമുട്ട് വന്നേക്കാം, കഷ്ടം വന്നേക്കാം. In our life we might face problems, we might face tribulations. അപ്പോൾ ഫിലിപ്പിയർ 4 വായിക്കുമ്പോൾ When we read Philippians 4, ആമേൻ, അവിടെ പൗലോസ് തന്നെ പറയുകയാണ്. Paul himself is saying, സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് Paul, ഒരു സുഖകരമായ അനുഭവത്തിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. he's not in a comfortable position while he's speaking. അവിടെ അദ്ദേഹം കിടക്കുന്നത് ഒരു റോമൻ ജയിലറയിലാണ്. He is in a Roman jail. ഏറ്റവും സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ഇറ്റ്സ് ഒരു ലേഖനമാണ്, നമുക്കറിയാം ഫിലിപ്പിയർ ലേഖനം. We know that the letter to the Philippians is one of the most joyful letters. പക്ഷെ അത് പട്ട് പരവതാനി വിരിച്ച ഒരു സ്ഥലത്ത് നിന്നല്ല പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുന്നത്. But he's not writing from a very comfortable place. കൈസറിന്റെ അരമനയിൽ നിന്നല്ല എഴുതുന്നത്. He's not writing from Caesar's palace. രാജകൊട്ടാരത്തിൽ നിന്നല്ല എഴുതുന്നത്. He's not writing it from a palace. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് ജയിലറയ്ക്കുള്ളിൽ കിടന്നുകൊണ്ടാണ്. While he's inside the jail, he's writing this letter. അപ്പോൾ ഒരു കൂട്ടം ജനം, ഒരു ദൈവസഭ, ഫിലിപ്പിയ ദൈവസഭയിൽ ദൈവജനം അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ. So the people, those who are there, what they are facing in the Philippine jail, തന്റെ ജീവൻ പോലും അപകടത്തിലായിരിക്കുമ്പോൾ, even while his life was threatened, അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ട്. So Paul is telling the Philippian church, "My God shall supply all your need." അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല. It is not because he himself didn't have any need. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പലരുടെയും ജീവിതത്തിലെ ആമേൻ ആയിരിക്കുന്ന ഏതെല്ലാം നാശയോഗ്യമായ അവസ്ഥകളാണോ, ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണോ, അതുപോലെയുള്ള അവസ്ഥകളിൽ
ഇരിക്കുന്ന ഒരു അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവൻ പോലും വധഭീഷണിയിലായിരിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ ബുദ്ധിമുട്ട്. So Paul was not seated in a comfortable place. He was in the jail, and he was in the threat of death. And he himself is writing from the jail, "My God shall supply all your need." അപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ, if he had to say like that, അങ്ങനെ ആ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു തണുത്തുറഞ്ഞ ജയിലറയായിരിക്കാം, അവിടെ AC മുറിയൊന്നുമില്ല, സ്വന്തം ഒരുപക്ഷെ ചെറിയൊരു സെല്ലറായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ഗുഹ പോലത്തെ സ്ഥലമായിരിക്കാം, അതിനകത്തിരുന്ന് എഴുതുന്ന പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. he might be in a very uncomfortable place, a small jail in a cold cell, but still he does not feel any discomfort there. പക്ഷേ അദ്ദേഹം പറയാണ്, കർത്താവിൽ സന്തോഷിക്കുക. But he's saying, rejoice in the Lord. ഫിലിപ്പിയർ നമുക്ക് എല്ലാവരും കാണാപ്പാടം പറയുന്ന ഒരു വചനമാണത്. We all say by heart, rejoice in the Lord always. ഇന്ന് പലരും ദൈവത്തെ, ഇന്ന് നമ്മൾ ഒരുപക്ഷെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തെ ശൂന്യതകളെ ഓർത്ത് ഒരുപക്ഷെ നമ്മൾ ദൈവത്തോട് ഗുരുപുരത്തിലായിരിക്കാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. So we might be thinking of things that our prayers which are not answered by God. We might be complaining and murmuring against God. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, But Paul is saying, സ്വതം നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. rejoice in the Lord. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. Rejoice in the Lord always. ഇന്ന് നമ്മൾ തീരുമാനം എടുത്തിട്ട് വേണം പോകാൻ. We should take a decision today. എന്റെ പ്രശ്നത്തെ ഓർത്ത് ദുഃഖിച്ച് കരയാനല്ല, ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിക്കുക. I'm not going to cry over my problems. I'm going to rejoice in the Lord. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, We should take care of one thing. സന്തോഷിക്കുന്നത് ഭർത്താവിലുമല്ല, അല്ലെങ്കിൽ എന്റെ ജോലിയിലുമല്ല, അല്ലെങ്കിൽ മറ്റാരിലുമല്ല. ഞാൻ സന്തോഷിക്കുന്നത് എന്റെ പണത്തിലുമല്ല, എന്റെ പ്രശസ്തിയിലുമല്ല. ഞാൻ സന്തോഷിക്കുന്നത് കർത്താവിലായിരിക്കും. So my rejoicing should not be in a person, in my husband, or in my job, or in my finances, but my rejoicing should be in the Lord. അതുകൊണ്ടാണ് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. That is why David says, ആമേൻ, മരണത്തിന്റെ കൂരിൽ താഴ്വരയിൽ കൂടി, മരണത്തിന്റെ നിഴൽ വീണ താഴ്വാരങ്ങളിൽ ചില ഭാഗത്ത് പറയുക, he's saying, though I walk through the valley of shadow of death, സ്വതം ഞാൻ അവിടെ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. I will fear no evil. ആമേൻ, ഒരു അനർത്ഥവും എന്നെ തകർക്കത്തില്ല, കാരണം ദൈവം അവൻ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. I will fear no evil because my shepherd is with me. ആമേൻ, അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഒരു ദൈവ സാന്നിധ്യം ദാവീദ് അനുഭവിച്ചിരുന്നു. The reason for that is he experienced the presence of God. അപ്പോൾ നമ്മളൊരു ദൈവ സഭയിലേക്ക് വരുമ്പോൾ, ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു ആരാധനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, When we come to the prayer or for a worship, നമുക്ക് പ്രശ്നമുള്ളപ്പോൾ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതും കൂട്ടായ്മ കൂടുന്നതും. it is not only when we have a problem that we come to pray or we come for a fellowship. ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്ന ദൈവജനത്തെ നമുക്ക് കാണാൻ സാധിക്കും. We see people who, when they face problems, they fast and pray a lot. ഒരുപാട് സമയം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടി വരും. And they draw closely to the presence of the Lord. ഞാനും അതിൽ നിന്ന് വ്യത്യസ്തനല്ലായിരുന്നു മുൻപ്. Even I was a person like that. പക്ഷെ കർത്താവിനെ ഞാൻ അറിഞ്ഞപ്പോൾ, But after I came to know the Lord, ഞാൻ ദൈവസന്നിധിയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന പലരും വരുന്നത് ഒരിക്കലും അവർ ആവശ്യങ്ങൾ നടത്തുവാനല്ല. many people I know, they come to the Lord not to fulfill their needs. സ്തോത്രം. അതിനെപ്പറ്റി പല സാക്ഷ്യങ്ങൾ, പക്ഷെ അതിലേക്ക് കടന്നു പോകുന്നില്ല. എന്നാൽ നമുക്കറിയാം, മർത്തയെ പറ്റി നമുക്കറിയാം. We know about Martha. മർത്ത കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിരുന്നു. മേരി, ഹല്ലേലൂയ, സ്തോത്രം. മേരി യേശുവിന്റെ പാദപീഠത്തിൽ വന്നിരുന്നു. Mary sat at the feet of the Lord. അപ്പോൾ ഈ മർത്ത, സഹോദരിയായ Martha, who was his sister, അവിടെ ദൈവത്തിന്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷം 10:40 പറഞ്ഞിരിക്കുന്നു. we read in Luke 10:38. ആമേൻ, വളരെ ശുശ്രൂഷയിൽ കുഴങ്ങി. She was troubled with much serving. അവിടെ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ യേശുവിന് വേണ്ടി തന്നെയായിരിക്കും ഒരുപക്ഷെ പ്രവർത്തിക്കുന്നത്. She was working, she wanted to serve the Lord. അല്ലെങ്കിൽ അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ്. She was going about busy to serve the Lord. പക്ഷേ മേരി കർത്താവിന്റെ പാദപീഠത്തിലിരുന്നു. But Mary sat at the feet of the Lord. മറിയം യേശുവിന്റെ പാദപീഠത്തിലിരുന്നു. Mary sat at the feet of the Lord. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, കർത്താവിനെ സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യം മറിയം യേശുവിന്റെ അടുക്കൽ അനുഭവിച്ചിരുന്നു. Because Mary experienced the presence of the Lord at the feet of the Lord. ആ സാന്നിധ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. We should also desire that presence. ആമേൻ. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് ഓടി വരുമ്പോൾ, when we come into the presence of the Lord, നമ്മൾ വിചാരിക്കും നമ്മൾ ഓടി വന്നിട്ട് നമ്മുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കേൾക്കുമെന്ന് വിചാരിക്കും. we might think that we come to the presence of the Lord and we tell him all our needs and God will hear us. പക്ഷേ അതുകൊണ്ടാണ് നമുക്ക് മോശ പറഞ്ഞിരിക്കുന്ന, കർത്താവേ, അവിടുത്തെ സാന്നിധ്യം എന്നോടുകൂടെ പോരണമേ.
That is why Moses prayed, Lord, let your presence go with me. ഇന്ന് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും While ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും we are saying this, നമ്മൾ ഇന്ന് ആരാധിച്ച് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴും while we are glorifying God, ഒറ്റ കാര്യത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുവാൻ ഇടയാകാൻ നമ്മൾ കർത്താവിനോട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യം, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ ഇരിക്കണമേ. the most important thing we should be praying about is, Lord, let your presence be with me. അതുകൊണ്ടാണ് സങ്കീർത്തനം 16:11 പറഞ്ഞിരിക്കുന്നത്. That is why Psalm 16, അതിന്റെ 11 പറയുന്നത്, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. you will show me the way of life. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതകളുണ്ട്. In your presence is fullness of joy. നിന്റെ വലതുഭാഗത്ത് പ്രബോധങ്ങളുമുണ്ട്. And at your right hand there are pleasures forevermore. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ കേവലം ഒരു നമ്മുടെ പ്രാർത്ഥിച്ച നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി വിഷയങ്ങൾ വിടുതലിന് വേണ്ടി ആയിരിക്കരുത് നമ്മളെപ്പോഴും നമ്മുടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുന്നത്. So we should not just come to the presence of the Lord just to tell him our needs. ഈ ഒരു രഹസ്യം അപ്പോസ്തലനായ പൗലോസ് ജയിലറയ്ക്കുള്ളിൽ തിരിച്ചറിഞ്ഞു. Paul knew the secret while he was in the jail. അതുകൊണ്ടാണ് ഈ പൗലോസും സീലാസും അവിടെ ജയിലറയിൽ കിടന്നപ്പോൾ, that is why when Paul and Silas were in jail, ആമേൻ, അവര് ചുറ്റുമുള്ളവരോട് പറഞ്ഞില്ല, ഞങ്ങൾ കർത്താവിനെ ഇങ്ങനെ ആരാധിച്ചു സേവിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന് അവർ പറഞ്ഞില്ല. But they were not complaining, we serve the Lord and see the condition we are in now. കൈയും കാലും ആമത്തിൽ പൂട്ടിയിരിക്കുമ്പോഴും അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. They were their feet and their hands were in chains, but still they were praising and worshiping God. അവർ ദൈവത്തെ പാടി ആരാധിക്കാൻ തുടങ്ങി. They sang and praised the Lord. ആമേൻ. അവർക്ക് ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു. They had only one desire. ആമേൻ. എന്നെ ചങ്ങലയിൽ നിന്ന് വിടുവിക്കാനല്ല അവർ പ്രാർത്ഥിച്ചത്. They did not pray to be set free from their chains. അവർ ആഗ്രഹിച്ചത് ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയായിരുന്നു. They just prayed for the presence of the Lord. ഒരു ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ വന്നു. They experienced a need. ഒരു ശൂന്യത അവരുടെ ജീവിതത്തിൽ വന്നു. They felt an emptiness in their life. അത് തീർക്കണമെങ്കിൽ ആ ദൈവ സാന്നിധ്യം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുവാൻ കഴിയുകയുള്ളൂ. Only the presence of the Lord can meet our needs. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ These days, നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും, even though we are alone, നമ്മൾ ഒരുപക്ഷെ വളരെ നിരാശയോടെയാണ് ഇരിക്കുന്നെങ്കിലും, even though we might be depressed, കഠിനമായ ഏകാന്തത അനുഭവിക്കുന്നവരുണ്ടെങ്കിലും, if there is anyone going through loneliness, ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. can you pray tonight? കർത്താവേ, ആ സാന്നിധ്യം എനിക്ക് ദിവസം വെളിപ്പെടുത്തണം. Lord, I want to experience your presence in my loneliness. ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിഷയത്തിൽ നിങ്ങളെ വിടുവിക്കാൻ കഴിയാത്ത ഒരു തലങ്ങളിൽ ഒരു ഇരുട്ടിന്റെ അനുഭവത്തിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, if anyone is going through an issue where no man can help you, ആമേൻ, ഒരുപക്ഷെ കൊറോണയുടെ ഐസൊലേഷനിൽ കഴിയുന്ന നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ, even though you might be in an isolation due to corona, you might be facing loneliness, ഒരു വിരസത, ഒരു ദുഃഖം, ഒരു നിരാശ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, you might be going through depression or sadness or sorrow, ആമേൻ, ഇന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. can you pray now? കർത്താവേ, ആ സാന്നിധ്യം എനിക്കൊന്ന് വെളിപ്പെടുത്തണം. Lord, I want to experience your presence. ആമേൻ. അവിടെ സന്തോഷത്തിന്റെ പരിപൂർണതകളുണ്ട്. There is presence and there is fullness of joy in your presence. അവന്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട്, At his right hand are pleasures forevermore. ആമേൻ. അവിടെ ദാവീദ് പറഞ്ഞൊരു കാര്യമാണ്, ദൈവം അവന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോവുകയില്ല. David is saying, because he's at my right hand, I will not be moved. ആ ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. That same presence we are also seeking. ഞാനിത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല. Reason why I'm saying this, നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും പല വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. even in all our lives we might go through problems. പലപ്പോഴും ഒരു മനുഷ്യൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, when no human being can comfort you, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും തകരുന്ന അനുഭവത്തിൽ, in the times we think we are going to be destroyed, ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും നിങ്ങൾ ആശ്വസിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, even when your dearest ones are not able to comfort you, അവിടെ നിങ്ങൾക്ക് ദൈവിക സമാധാന സന്തോഷം പകരുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമാണ്. it is only the presence of the Lord that can really comfort you. ഏറ്റവും ആമേൻ. എല്ലാവരും കൈവിടുമ്പോഴാണ് പലപ്പോഴും സകല പ്രത്യാശയും നഷ്ടപ്പെടുമ്പോൾ ഇന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. So when everyone leaves us and when we think we are alone, that is when the presence of the Lord comes to us. ആമേൻ. നമുക്കറിയാം, ഞാൻ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. I am speaking from my experience. ആമേൻ. ആരാണ് എന്നെ ആശ്വസിപ്പിക്കുന്നത് എനിക്ക് അറിയത്തില്ല. I don't know who's comforting പക്ഷെ me, എനിക്കറിയാം ആരോ എന്റെ കൂടെയുണ്ട്. but I know somebody is there with me. എന്റെ കരം പിടിക്കുന്ന ആരോ ഉണ്ട്. I know somebody is holding my hand. എനിക്കാരും പറഞ്ഞ് എനിക്ക് തരുവാൻ കഴിയാത്ത ഒരു ദൈവിക സമാധാന സന്തോഷവും ആരോ എന്റെ ജീവിതത്തിലേക്ക് പകരുകയാണ്. Somebody is giving me a joy and a peace that I
cannot explain. ആമേൻ. അതുകൊണ്ടാണ് ഇതൊക്കെ യേശുവിനെ അടുത്തറിഞ്ഞ എല്ലാവർക്കും ആഗ്രഹം യേശുവിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയായിരുന്നു. That is why everyone who experiences the presence of God wants to experience that more. അപ്പോൾ കർത്താവിൽ വേണം സന്തോഷിക്കുക. So we should rejoice in the Lord. ആമേൻ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യത്താണ് നമ്മുടെ സന്തോഷം. That means in the presence of the Lord should be our joy. ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വരുന്ന നമ്മൾ ഒരിക്കലും ആമേൻ വീട് കിടന്ന് കർത്താവേ എന്റെ അവസ്ഥ ഇതായി പോയല്ലോ എന്ന് ഓർത്ത് കരയുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യുക. കർത്താവേ ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്യുവാനും ഈ ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും ഒക്കെ നമ്മുടെ പ്രശ്നം മാറാനല്ല. ആമേൻ. ആ സ്തുതികളുടെ മധ്യേ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. When we pray, when we have face problems, we don't cry out to God, God set me free from my problems, but we just worship and glorify Him for who He is, and His presence comes down. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സകലരും എന്നെ കൈവിട്ടു. That is why Paul says everybody left me, എന്നാൽ കർത്താവ് എനിക്ക് തുണ നിന്നു. but the Lord stood by me. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 8:18-9 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്നത് കർത്താവ് ദർശനത്തിൽ വായിക്കണമെന്നില്ല. കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു. That is why God spoke to Paul in a dream. ആമേൻ. വ്യക്തിപരമായി യേശുവോട് ഇറങ്ങി വന്നു. Jesus Himself came down. നീ ഭയപ്പെടാതെ പ്രസംഗിച്ചോണം. And do not fear but preach. നീ മിണ്ടാതിരിക്കരുത്. Do not be silent. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. I am with you. ആരും നിന്നെ കൈയറ്റം ചെയ്യത്തില്ല. Nobody can touch you. നിന്നെ ആരും ദോഷം നിനക്ക് ചെയ്യത്തില്ല. Nobody can do you harm. പട്ടണത്തിൽ ഞാൻ നിനക്ക് വേണ്ടി ചില സൂക്ഷിച്ചിട്ടുണ്ട്. I have kept some people for you in this place. അവനെ കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങുമ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം. Jesus is with us. We should know one thing. ഹല്ലേലൂയ. ദൈവം എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. God has already prepared some things for your life. ദൈവം എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോവുകയാണ്. God is going to do some things in your life. ഏറ്റവും മാരകമായ വിഷയത്തിന് മധ്യയാണ് യേശു ഇറങ്ങി വരുന്നത്. It is in the midst of the critical situations that Jesus comes down. പടകിൽ ഹല്ലേലൂയ പിന്മാറ്റത്തിൽ പോയെന്ന് ചിന്തിച്ച പത്രോസ് Peter, who had gone backsliding, വല വീശിട്ട് ഒന്നും കിട്ടാതിരുന്നപ്പോൾ he cast out his net, but he didn't catch any fish. യേശു വലതുഭാഗത്തേക്ക് വലയെറിയുക. Jesus said, cast your net on the right side. മീനിന്റെ വലിപ്പം നിമിത്തം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല അവർക്ക്. Because the great catch of fish, they could not draw the net. അപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe it is the apostle whom Jesus loved. ആമേൻ. അവൻ പറഞ്ഞു ഇത് പറഞ്ഞത് നമ്മുടെ കർത്താവാണ്. And he realized it is the Lord. ആമേൻ. കർത്താവാണെന്ന് പറഞ്ഞപ്പോൾ When he said it is the Lord, ആമേൻ, നഗ്നനായ അങ്കി അരയിൽ ചുറ്റി പത്രോസ് കടലിലേക്ക് ചാടുകയാണ്. Peter just jumped into the water. പത്രോസ് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന യേശുവിന്റെ സാന്നിധ്യമായിരുന്നു. Peter desired the presence of the Lord more than before. ഒരു യോഹന്നാൻ ആഗ്രഹിച്ച ദൈവത്തിന്റെ സാന്നിധ്യമായിരുന്നു. Even John desired the presence of the Lord. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവേ അവിടുത്തെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തണമേ. When we pray these days, our prayer should be, Lord, I want to experience your presence. ആ സാന്നിധ്യം നമ്മുടെ സാന്നിധ്യം ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, if that presence is revealed in our lives, നിങ്ങളുടെ ബുദ്ധിമുട്ടിനകത്ത് നിങ്ങൾ നിൽക്കുമ്പോഴും, even though you are in the midst of problems, അതിനകത്ത് തന്നെ നിങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ്. God is still able to keep you in that situation. ഓ ഹല്ലേലൂയ. സാന്നിധ്യം ഇറങ്ങി ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം. If you experience the presence of the Lord, one thing you should know. എൻ്റെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വരുന്ന നാളുകളിൽ എൻ്റെ ജീവിതത്തിന്റെ മേൽ ഒരു ദൈവ പ്രവൃത്തി ദൈവം യേശു ചെയ്യുവാൻ പോവുകയാണ്. Jesus is going to do a work in my life. ആമേൻ. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത് യേശു എന്ന് വന്നാൽ മതിയായിരുന്നു. That is why Mary said, only if the Lord had come. ഗുരു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, when they told her the teacher has come, അതായിരുന്നു മറിയയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. that was her greatest joy. ആമേൻ. മറിയ അവിടെ ഓടിച്ചെല്ലുകയാണ്. Mary is running towards Jesus. ആമേൻ. കർത്താവ് വന്നാൽ ചിലത് കർത്താവ് ചെയ്തിരിക്കും. Because she knows that if Jesus comes, some things would take place. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, if those who are hearing me, if anyone is going through any depression, ആമേൻ, കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരുന്ന സമയമായി മാറട്ടെ. let this time be the time that you experience the presence of the Lord. ആമേൻ. ഹല്ലേലൂയ. ഏറ്റവും നിരാശയിലാണ് കിടക്കുന്നതെങ്കിലും, Even if you are in a deep depression, ആ സാന്നിധ്യം നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. God's presence will come to you. ആമേൻ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുക, That is why Paul is saying, ആമേൻ, അതിന് 4:7 പറയുന്നു, 4 and verse 7, ഈ ദൈവസഭയെ പറ്റി അദ്ദേഹത്തിന് ഒരുപാട് വിചാരമുണ്ടായിരുന്നു. he had a lot of concern for this church. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, So he's saying,
ഇവര് തമ്മിലുള്ള ഒരു വളരെ ശക്തമായ ഒരു ആത്മീയ കൂട്ടുബന്ധം ഉണ്ടായിരുന്നു. They had a strong spiritual fellowship with them. ആമേൻ. ഒരു ദൈവ സ്നേഹം അവരെ പറ്റി ഉണ്ടായിരുന്നു. He had a lot of love for them. അതുകൊണ്ട് നമ്മുടെ കൂട്ടുബന്ധങ്ങളുള്ളവരോട്, നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് ഈ ദിവസങ്ങളിൽ നമുക്കൊരു ദൈവിക സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. So we should have a deeper love for our brothers and sisters. ദൈവസഭയിലെ ദൈവദാസന്മാർക്ക് ദൈവസഭയിലെ ദൈവമക്കളോട് ആമേൻ വളരെ ശക്തമായ ആത്മീയ കൂട്ടുബന്ധവും സ്നേഹവും ഉണ്ടായിരിക്കണം. There should be a great spiritual bonding between the pastor and the church. ദൈവസഭയ്ക്കുള്ളവർക്ക്, ഉള്ളിലുള്ളവർക്ക് അവരെ നയിക്കുന്ന മൂപ്പന്മാരായിരിക്കാം, ദൈവദാസന്മാരായിരിക്കാം, അവരുമായിട്ടൊരു അടുത്ത സ്നേഹബന്ധം ഉണ്ടായിരിക്കണം. They should have a close relationship. The people in the church should have a close relationship between each other and with the shepherd. അതിന്റെ മധ്യേ ഒരു ദൈവികമായ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. In the midst of that, the work of God will be revealed. അതുകൊണ്ട് ആ സ്നേഹിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെ പറ്റിയും വിചാരപ്പെടരുത്. So Paul is saying, do not worry about anything. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വിചാരപ്പെടരുതെന്നാണ്. So God does not want us to be anxious about anything. അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യം തന്നെയാണത്. Jesus himself said the same thing, do not be anxious, do not worry. അതുകൊണ്ടാണ് യേശുക്രിസ്തു വളരെ സ്നേഹത്തോടെ നമ്മളോട് പറയുന്നത്. That is why Jesus speaks to us in love. വിഷയം എത്ര വലിയ ബുദ്ധിമുട്ടുള്ള വൈഷമ്യമേറിയ കാര്യമാണെങ്കിൽ, ഭാവിയെ പറ്റിയുള്ള ആകുലതയായിരിക്കാം, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ചില വിഷയങ്ങൾ മടക്കി കൊടുക്കേണ്ട വിഷയങ്ങളാണെങ്കിൽ, We might be in the midst of a very big problems. We might be worried about our future, how we will return some things. യേശു പറയുന്നു, നിങ്ങൾ അതിനെപ്പറ്റി ആങ്ഷ്യസ് ആകരുത്, വിചാരപ്പെടരുത്. Jesus is saying, do not be anxious about that. കാരണം ശത്രു അവിടെ കടന്നു വന്ന് പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണിത്. That is the area where the enemy comes to and works. യേശു എന്ത് തിന്നും കുടിക്കും, എന്ത് ധരിക്കും, എങ്ങനെ എന്റെ ജീവനായി തീരും, എന്റെ ഭാവി എന്തായി തീരും, ഈ 4-5 കാര്യങ്ങളെ പറ്റി നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് യേശു പറയുന്നു. Jesus said, do not worry about what you eat, what you wear, about your food, about your future. Jesus said, do not worry about these things. ആ ദൈവം അതുകൊണ്ട് ഒന്നിനെ പറ്റി നിങ്ങൾ വിചാരപ്പെടരുത്. They saying, be anxious for nothing. അപ്പോൾ നമുക്ക് ദൈവം അവിടെ പറയുന്ന എല്ലാ പ്രാർത്ഥനയാലും, But in prayer and supplication, അപേക്ഷയാലും, in prayer and supplication, നിങ്ങളുടെ ആവശ്യങ്ങൾ, your needs, ആമേൻ, നിങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുക. should be surrendered to God ഹല്ലേലൂയ. with thanksgiving. സ്തോത്രം. അപ്പോൾ നമ്മുടെ സ്തോത്രത്തോടെ, മലയാളത്തിൽ സ്തോത്രം പറഞ്ഞിരിക്കുന്നത്, With supplication and thanksgiving, let your request be made known to God. അപ്പോൾ താങ്ക്സ് ഗിവിംഗ് ഉണ്ട് അവിടെ. There is thanksgiving. അപ്പോൾ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ മറന്നു പോകരുത്. We should not forget the benefits that God has showered upon us. അപ്പോൾ അവിടെ പറയുന്ന എല്ലാറ്റിലും പ്രാർത്ഥന. But everything through prayer. അപ്പോൾ നമ്മുടെ ഒരു വിഷയത്തിന് വേണ്ടിയല്ല നമ്മൾ വിഷയം വരുമ്പോൾ മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. So we should not pray just when we have a need. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ, If you have to overcome your problems, സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. so we should not pray just when you have problems. പക്ഷേ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ, കർത്താവിൽ സന്തോഷം കണ്ടെത്തുവാൻ. So we should find our joy in the Lord. ഇന്ന് ഈ കൊറോണ അല്ലെങ്കിൽ ഈ മഹാമാരി ലോകത്തിലേക്ക് പടർന്നു വന്നിരിക്കുമ്പോൾ, When this pandemic is spreading across the world, ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത അനേകരുണ്ട്. there are areas where there is no internet connection. അതില്ലാത്ത ദൈവദാസന്മാരുണ്ട്. There are God's servants where there is no internet connection. പലരും പലതരത്തിലുള്ള വിഷയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. There are people who are going through many problems. ഇന്ന് നമുക്ക് ഈ ഇന്റർനെറ്റിലൂടെ, യൂട്യൂബിലൂടെ കഥാവ് നമ്മൾ ഇത്രയെങ്കിലും ആരാധിക്കാൻ ദൈവം തരുന്ന അവസരങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Thank God for the opportunities given us to worship and to share the word through this internet. എന്നാൽ അത് ചെയ്യുവാൻ സാധിക്കാത്ത വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിലും, But if there are people who are not able to have access to that, അവർക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിലും, there is one thing that they can do. സ്തോത്രം, ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുക. They can be close to the Lord. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. They can pray for the presence of the Lord. ആമേൻ. ദൈവ സാന്നിധ്യത്തിന് അപ്പുറത്ത് ഒന്നുമില്ല. There is nothing beyond that. അപ്പോൾ യേശു തന്നെ പറഞ്ഞു,
Jesus himself said, തന്റെ ശിഷ്യന്മാർ ഹൃദയം കലങ്ങിയിരിക്കുമ്പോൾ when the hearts of his disciples were troubled, യേശു പറഞ്ഞു, യേശു ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Jesus told them, let not your hearts be troubled. ദൈവത്തിൽ വിശ്വസിക്കുക, Believe in God. എന്നിലും വിശ്വസിക്കുക. Believe also in me. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. We should not lose our hope. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, If anyone who's hearing has lost their hope, ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പറയുകയാണ്, Romans 4 and verse 18 says, നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ if we lose our hope, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. God cannot work in our situation. നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങൾ ഈ ദിവസം വിശ്വാസത്തോടുള്ള പ്രാർത്ഥനകളായി മാറട്ടെ. Our prayer should be prayer of faith. ആമേൻ. അവിടെ അബ്രഹാമിന്റെ ഒരു വിശ്വാസത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. It talks about the faith of അതിന് Abraham. 4-ന്റെ വായിക്കാമെങ്കിൽ അനുഗ്രഹമായിരിക്കും. If we read verse Romans chapter 4 and verse 18. അതിന് തൊട്ട് മുമ്പ് വായിച്ചു. Romans 4 and verse 18. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അതെ. Who gives life to the dead and calls those things which do not exist as though they did, who contrary to hope in hope believed, so that he became the father of many nations according to what was spoken. So shall your descendants be. അതെ. അതുകൊണ്ട് കൃപാദാനം എന്ന് പറയേണ്ടതിന് 16-ാം വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അത്രേ നിങ്ങൾ അവകാശികൾ ആകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്ക് ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് വേണ്ടിയാണ്. Says the promise might be sure to all the seed, not only to those who are of the law, but also to those who are of the faith of Abraham. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം സകല സന്തതികൾക്കും ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും യേശുക്രിസ്തുവിലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിന് മേൽ കൃപാദാനം മുഖാന്തരം ദൈവം പകരുന്നത് അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം പോലെയുള്ള ഒരു വിശ്വാസി ദിവസം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉറപ്പായി കിട്ടുമ്പോഴാണ്. So only the promise is only not only to those who are of the law, but to those who are of the faith of Abraham. അപ്പോൾ ഈ അബ്രഹാമിന്റെ വിശ്വാസം എന്തായിരുന്നു? What was the faith of Abraham? ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 17-ാം വാക്യം പറയുന്നു, 17th verse says, മരിച്ചവരെ ജീവിപ്പിക്കുകയും who gives life to the dead ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുകയും and calls those things which do not exist as though they did. താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ He believed in God, ആമേൻ, നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന്, that he might be father of many nations. അപ്പോൾ ഇതിനാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇനിയിപ്പോ ഒരു പ്രതീക്ഷയില്ല, എന്റെ ജീവിതം അസ്തമിച്ചു, അല്ലെങ്കിൽ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, എന്റെ കുടുംബത്തിന്റെ കാര്യം എന്താകും, എന്റെ ഭാവി ജീവിതം എന്താകും, ഇനി എല്ലാ പ്രതീക്ഷയും, ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാകുമോ എന്ന പോലും 99 വയസ്സായ അബ്രഹാം ചോദിക്കുന്നതല്ല അവിടെ പറഞ്ഞിരിക്കുന്നു. മരിച്ചവരെ എല്ലാ പ്രത്യാശ നഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കണം. If anyone has lost hope, you should claim this verse. ആമേൻ. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഒരു ദൈവിക വിശ്വാസമുണ്ട്. He had faith that God gives life to the dead ഇല്ലാത്തത് ഉള്ളതുപോലെ വിളിച്ചുകൊണ്ടിരുവാൻ കഴിയുന്നവൻ, and calls those things which do not exist as though they did. ആമേൻ. ഇല്ലാത്തതിനെ വിളിച്ചുകൊണ്ടിരുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. We worship a God who calls those things which do not exist. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ചണ്ടിക്കുമ്പാരങ്ങളും കല്ല് ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, When they ask, can God revive stones from the rubbish? ആമേൻ, കല്ലിൽ നിന്ന് അബ്രഹാമിന്റെ മക്കളെ പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് യേശു വിശ്വസിച്ചു. Jesus believed that from the stones God would raise up children. അവിടെ പറയുന്ന ആശയ്ക്ക് വിരോധമായി 18-ാം വാക്യം പറയുന്നു, അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. Who contrary to hope in hope believed. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളുടെ മേൽ So in certain problems that we are going through, പ്രാർത്ഥന നിർത്തിയവരുണ്ടെങ്കിൽ, if anyone has stopped praying about ഇനി അത് നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, if you think that no, there is no more going to be an answer to എന്റെ this prayer, പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടത്തില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, if you are thinking my loved ones are not going to be ആ saved, രോഗത്തിൽ കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന ശേഷം മരണത്തോടടുക്കുന്നവൻ ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, you might be facing a disease and you might be thinking there is nothing but death waiting, but God is able to do wonders. ഏകദേശം 100 വയസ്സുള്ള അബ്രഹാം വിശ്വസിച്ചു. David was almost 100 years, he believed. തന്റെ ശരീരം നിർജീവമായി പോയി, മരിച്ച അവസ്ഥയിലായി. His body was almost like dead. സാറയുടെ ഗർഭപാത്രം നിർജീവത്വമായി ഏകദേശം മരിച്ച അവസ്ഥയിലായി. Even Sarah's womb was almost lifeless. ആമേൻ. എന്നാൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. It was almost like dead womb, but he did not lose his faith. പുരുഷ തലമുറയുടെ വിഷയത്തിൽ ഇനി എനിക്ക് തലമുറ ഉണ്ടാകത്തില്ലെന്ന് ചിന്തിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ,
If you have not had children and you think that you're not going to have children anymore, ഇന്ന് വിശ്വാസത്തെ ക്ഷീണിച്ചു പോകരുത്. you should not be weak in faith. ആ പ്രത്യാശ നമ്മുടെ നങ്കൂരം പ്രത്യാശയാണ്. Our hope is our anchor. ആമേൻ. എന്റെ തലമുറയായി എന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങൾ ഇനി മാറത്തില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങൾ വിശ്വാസം പറയണം, എന്റെ നിന്നെ എടുത്തു മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. If you've been facing the same issue from generation to generation, can you say in faith, God is able to take away my reproach? ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു കഥാവുണ്ട്. There is a God who speaks to us. ആമേൻ. വാഗ്ദത്തം ഈ ദിവസങ്ങളിൽ നമുക്കുള്ള ദൈവ യേശുവിനോടുള്ള വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കും. God will fulfill His promise towards us through നിങ്ങളുടെ മേൽ ആത്മീയ ജീവിതത്തിനുള്ള ദൈവിക പദ്ധതികൾ, His promise towards about your spiritual life. ഹല്ലേലൂയ. ശത്രു പറഞ്ഞു, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, അവര് ആലയത്തിന്റെ കേടുപാടുകൾ പോക്കുവാൻ ആലയം പണിയാൻ തുടങ്ങി. They started rebuilding the wall in the book of Nehemiah. ഇന്ന് ദൈവവേല ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും, There is anyone who's doing the work. എന്റെ വേല ഇങ്ങനെ നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, If you think that my work for God can't go forward, മാറി നിന്ന് സൻബല്ലത്തും തോബിയാവും എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ അവരെ നോക്കി പരിഹസിച്ചെന്ന് പറഞ്ഞു, ഈ ബലഹീനരായ യഹൂദന്മാർ എന്ത് ചെയ്യാൻ പോകുന്നു? Sanballat and Tobiah, two people, they were standing aside and they were mocking them, saying, "What are these people Jews doing?" നിങ്ങളുടെ ജീവിതത്തിലെ ശത്രു മാറുന്ന വ്യക്തികളിലൂടെ അല്ലെങ്കിൽ അറിയാതെ പരസ്യവും രഹസ്യമായി വെല്ലുവിളിച്ച് നിങ്ങളെ പരിഹസിക്കുന്ന മണ്ഡലങ്ങളിൽ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് ഉറപ്പോടെ പറയണം. അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്നും കല്ലുകൾ ജീവിക്കുമോ? They are asking, people might be trying making fun of the work you're doing for God. They are like Tobiah and Sanballat, they might be asking, can God revive stones from the rubbish? പക്ഷേ ഇന്ന് വിശ്വാസം പറയണം, അബ്രഹാത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഹല്ലേലൂയ സ്തോത്രം, കല്ലുകളിൽ നിന്നും അബ്രഹാത്തിന്റെ മക്കളെ പുറപ്പെടുവിക്കുവാൻ സാധിക്കും. If you have the faith of Abraham, you should be able to say in faith, God can bring children from stones. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, Paul the apostle is saying, നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഫിലിപ്പിയ സഭയെ, Philippian church, ആമേൻ, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിചാരപ്പെടരുത്. you should not be anxious. ആമേൻ. എനിക്ക് ഒരുപക്ഷെ നമ്മള് യു എ വിട്ട് മറ്റൊരു രാജ്യത്തായിരിക്കാം നിങ്ങൾ. You might not be in UAE, you might be in a different country. നിങ്ങൾ എവിടെയാണെങ്കിലും കർത്താവിൽ സന്തോഷിക്കും. Wherever you are, can you just rejoice in the Lord? ആമേൻ. നമ്മൾ പ്രാർത്ഥനയോടെ അപേക്ഷയോടെ ഈ ദിവസം ദൈവസന്നിധിയിലേക്ക് അടുത്ത് വാ. In prayer and supplication, can you draw near to the presence of the Lord? ശക്തമായി ഈ ദിവസം ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. Just be close to the Lord and cry out in prayer. നിങ്ങൾക്ക് കഴിയുന്ന സമയമൊക്കെ കർത്താവിനോട് ചേർന്നിരിക്കുക. Be close to the Lord. Come, draw near to Him in prayer as often as you can. ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കാത്തിരിക്കണ്ട. Don't wait for a problem to come to pray. അപ്പോൾ വിചാരപ്പെടുന്ന ദൈവം വെറുതെ പറയുന്നതല്ല. So that is why Jesus tells us, do not be anxious, do not worry. എന്റെ അനുഭവത്തിൽ തന്നെ എനിക്ക് പറയാൻ സാധിക്കും. I'm talking from my experience. അല്ലെങ്കിൽ പലപ്പോഴും നീളുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. There might be painful experiences in our life. മുന്നോട്ട് കടന്നു പോകുന്ന എങ്ങനെയാണെന്ന് ചിന്തിച്ചേക്കാം. You might be thinking, how will I go forward? പക്ഷേ ആ സമയത്ത് പലപ്പോഴും എന്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില വചനങ്ങൾ തരാറുണ്ട്. But during those times, the Holy Spirit gives the word of God into my heart. നമ്മൾ വിചാരപ്പെടുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരും. Sometimes when I get worried, the word of God just comes into my heart. ആമേൻ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, അവിടെ യെശയ്യാ പ്രവാചക പുസ്തകം 43-ാം അധ്യായത്തിന്റെ ഒരു വചനം എന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നു. Just few days back, God gave me the verse from Isaiah 43. അത് നമുക്കറിയാം, എന്റെ ബുദ്ധിയിൽ നിന്നല്ല വരുന്നത്, ആത്മാവിൽ നിന്ന് വരുന്ന ബുദ്ധിയിൽ നിന്ന് വരുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. It was not coming from my intellect, but it was coming from the Spirit of God. ആമേൻ. അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ When that word came into my heart, എന്റെ വിചാരങ്ങൾ, എന്റെ ആങ്സൈറ്റി, എന്റെ ഭയം വിട്ടുമാറി. all my fears, all my worries and anxieties just left me. ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. There is a need. പക്ഷേ സ്വന്തം എനിക്കറിയാം, ദൈവം ആമേൻ എന്റെ കൂടെ ഉണ്ട്. But the situation was still the same, but I knew God was with നീ me. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, When you walk through the waters, അല്ലെങ്കിൽ നീ വെള്ളത്തിൽ കൂടിയാണ് പോകുന്നത്, even though you go through the നീ waters, അഗ്നിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്, though you're going through നീ fire, നദികൾ കൂടിയാണ് കടന്നു പോകുന്നത്, though you're walking through the rivers, അല്ല അഗ്നിയോടാണെങ്കിൽ നീ വെന്ത് പോകത്തില്ല. the fire will not scorch you. ആ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. The fire flames will not quench you. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. If the Spirit of God says one thing, it is said. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ നിന്റെ കൂടെ ഞാൻ ഇരിക്കും. When you go through the waters, I will be with you. ദാവീദ് പറഞ്ഞു, എന്ന് പറയണേ, എന്റെ കർത്താവ്, ഹല്ലേലൂയ, മരണത്തിന്റെ നേൽ വീണ താഴ്വാരങ്ങൾ, ഒരുപക്ഷെ കൊറോണ ആയിരിക്കാം, ഏതെങ്കിലും സംഗമ
കടന്നുപോകുന്നത്? ഒരുപക്ഷെ ഒരു മാരകമായ രോഗത്തിലാണോ നിങ്ങളായിരിക്കുന്നത്? അതിന്റെ മധ്യേ പരിശുദ്ധാത്മാവിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് കടന്നു വന്നാൽ ഇന്ന് ദൈവിക വിടുതൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. So whatever valley of shadow of death you're going through, it might be a disease, it might be a financial situation, whatever it is, if you can say in faith, my God is with me, then you will come out of that. ഹല്ലേലൂയ. Hallelujah. ആമേൻ. അപ്പോൾ ദൈവം നമ്മളോട് കൂടി ഇരിക്കും. God will be with us. അല്ലെങ്കിൽ ചിലപ്പോൾ സ്വന്തം മറ്റൊരു വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവം തരും. Or God might give you some other word in your heart. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നടത്തട്ടെ. I pray that the Holy Spirit will give you a spiritual experience. എന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് എനിക്കൊന്ന് സന്തോഷിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. Don't think that all my problems will they come to an end, then I will rejoice. ആമേൻ. നമ്മുടെ പ്രശ്നം മാറി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് സ്തോത്രം അതിനെപ്പറ്റിയുള്ള സന്തോഷം തീരുകയാണ്. But when our problems get over, then our joy will also cease. അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. I can tell you an example. നിങ്ങൾ ജോലിക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. Maybe you are crying for a job. സ്തോത്രം. എന്നാൽ നാളുകളായി നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ല. For a long time you didn't get a job. ജോലി കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ട്. There is a joy when you get a job. ജോലി കിട്ടിക്കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ അതേ സന്തോഷം ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. But after 1 month of getting the job, you have to examine, do you still have that joy when you got the job? ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കംപ്ലൈന്റ് പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. I've seen people who after getting their job, they start complaining. അല്ലെങ്കിൽ ഞാനും പറഞ്ഞിട്ടുള്ളതാണ്. When I was like പക്ഷെ that. അതൊന്നും എനിക്ക് ജീവിതത്തിൽ സന്തോഷം തന്നില്ല. But all that didn't give me a lasting joy. ലോകത്തിൽ എന്ത് നിങ്ങൾക്ക് കിട്ടിയാലും അതിനൊന്നും നിത്യമായ സന്തോഷം നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. Whatever this world offers you, that will not give you a lasting joy. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിനാണ് നമ്മുടെ സന്തോഷം. So our joy should be in the Lord. ആമേൻ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, Paul is saying, ഒന്നിനെ പറ്റി വിചാരപ്പെടരുത്. do not be anxious about anything. ആമേൻ. പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ നിങ്ങളായിരിക്കുക. പ്രാർത്ഥനയോടെ യാതനയോടെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുക. In prayer and supplication with thanksgiving, let your request be made known to God. ദൈവത്തിൽ സന്തോഷം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ആ സന്തോഷമായി ദൈവം കർത്താവ് നമ്മുടെ സന്തോഷമായി തീരട്ടെ. If you have not found your joy in the Lord, may the Lord be your joy. പക്ഷേ എന്നാൽ ഒരു ക്വിക്ക് ഫിക്സ്, ഒരു പെട്ടെന്നൊരു പ്രശ്നത്തിന്റെ ഒരു ഉത്തരമല്ല അപ്പോസ്തലൻ പൗലോസ് എന്ന് പല ദൈവസഭകളും പറയുന്നത്. ഇന്ന് എന്റെ വിഷയത്തിന് വിടുതലാണ് പൗലോസ് പറഞ്ഞില്ല. Paul didn't say today itself you will get the deliverance. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിന് മേൽ വിടുതൽ നടക്കുന്നെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. If today God has to solve your problem, may God solve it. പക്ഷേ അതിനിടയിൽ നിങ്ങളുടെ പ്രശ്നത്തിന്റെ വിടുതലിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആമേൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേണ്ടതായിട്ടുണ്ട്. But if you want your problems to be solved, before that you have to do something on your side. അനേക കാര്യങ്ങളുണ്ട്. There are many things. അതെല്ലാം പറയാൻ ഇന്ന് ഈ ദിവസം നമുക്ക് സമയം നമുക്ക് പോരാതിരിക്കുമ്പോൾ Time is not enough to tell you everything. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. May the presence of the Lord be with us. ഈ കൊറോണ കഴിയുമ്പോൾ After this corona is over, നമ്മൾ ഒരുമിച്ച് കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. I believe that we will come again together for നിങ്ങൾ worship. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു പക്ഷേ നിങ്ങളൊരു പക്ഷേ നിങ്ങളായിരിക്കുന്ന സഭകൾ കൂടിയേക്കാം. Maybe you who are hearing, you might be in your own church. ആമേൻ. അവിടെയെല്ലാം നമ്മൾ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ദിവസങ്ങൾ ആ ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി ഓടി വരുന്ന നാളുകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I pray that when you come together again, it is not just for a need that you're coming to the Lord, but just to worship God for who He is. ആമേൻ. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ വിരമിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. I just want to say one more thing and conclude. ഫിലിപ്പിയർക്ക് 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയുകയാണ്, Philippians 4 verse 10 says, നിങ്ങൾ പിന്നെയും എന്നെ പറ്റി വിചാരിപ്പെടാൻ തുടങ്ങിയതിനാൽ because you started being concerned about me, ആമേൻ, ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. because your care has flourished. ആമേൻ. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, Before itself you had cared for me, എങ്കിലും അവസരം കിട്ടിയിട്ടില്ല. but you lacked opportunity. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റി മാത്രമല്ല വിചാരം, Not only should we focus on our own problems, നിങ്ങളെ അടുത്തിരിക്കുന്ന കൂട്ടു സഹോദരനായിരിക്കാം, നിങ്ങൾ സഭയിലെ ദൈവദാസന്മാരായിരിക്കാം, ആരെങ്കിലും നിങ്ങളെ നയിക്കുന്ന മറ്റുള്ളവരായിരിക്കാം, അവരെ പറ്റിയും കൂടെ ഈ ദിവസങ്ങളിൽ ഒരു വിചാരം ഉണ്ടായിരിക്കണം. we should just not focus on our own problems, but we should look at our brothers and sisters, about the leaders who are leading us. We should think about them also. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, Paul is saying, സ്തോത്രം, ഫിലിപ്പിയ സഭ മറ്റ് സഭകളിൽ നിന്ന് വ്യത്യസ്തമായ സഭയാണ്. Philippian church was different from other churches. അവർ ആ ദൈവിക വിശ്വാസികൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായ വിശ്വാസികളായിരുന്നു. The Philippian believers were different from the other believers. അവിടെ അതിന്റെ 4-15 വായിക്കാം. 4:14 and 15. വളരെ ചുരുക്കമായിട്ട് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്.
Nevertheless, you have done well that you shared in my distress. Now you Philippians know also that in the beginning of the gospel, when I departed from Macedonia, no churches shared with me concerning giving and receiving, but you only. അപ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ആ സഭയെ പറ്റി ഉണ്ടായിരുന്ന സ്നേഹവും അവരെ പറ്റിയുള്ള വിചാരം പോലെ തന്നെയും ഈ അപ്പോസ്തലനായ പൗലോസിനെ പറ്റി ആ ദൈവസഭയ്ക്കുള്ളവർക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു. So just like Paul cared about the Philippian church, the church also cared about Paul. ആ ദൈവസഭയോടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ബുദ്ധിമുട്ട് ക്രിസ്തുയേശുവിന്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. That same Paul is telling the church, my God shall supply all your need according to his riches in glory. നിങ്ങൾ അടുത്തിരിക്കുന്ന സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, നിങ്ങളുടെ ഭവനത്തിലുള്ളവരായിരിക്കാം, അവരെ പറ്റി നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കരം താങ്ങുവാൻ, അവരുടെ ബുദ്ധിമുട്ടിൽ നിങ്ങൾ അവരോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റുവാൻ സർവശക്തനായ ദൈവം ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരുമെന്ന് ഞാൻ ദൈവവചനത്തോട് വിളിച്ചു പറയുകയാണ്. If your fellow brother or your sister is going through a time of need and you're willing to share in his distress, at the time of your need, Almighty God will come to your help. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ തെസ്സലോനിക്കയിൽ ആയിരുന്നപ്പോഴും മറ്റൊരു സഭയും എന്നോട് കാണിക്കാത്ത ഒരു പ്രത്യേക സ്നേഹവും ഒരു കരുണയും ആമേൻ ഫിലിപ്പിയ സഭയെ നിങ്ങൾ എന്നോട് കാണിച്ചത് സ്വർഗ്ഗത്തിലെ കണക്ക് പുസ്തകത്തിൽ അവിടെ കണക്കെഴുതി വെച്ചിട്ടുണ്ട്. He's telling the Philippian church, when I was in other churches, what you did for me while I was in a need, God has seen that and He has put it in this account. നിങ്ങളുടെ ദൈവദാസന്മാരെ ഈ ദിവസങ്ങളിൽ മാനിക്കണം. You should take care of your pastors. ഹല്ലേലൂയ. അതെന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. It is not because I desire anything. ആമേൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. Philippians 4:17, Paul is saying, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, it is not that I seek the gift, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നത്, but I seek the fruit that abounds to your account. ഒരു ദൈവദാസനെ താങ്ങുമ്പോഴും ദൈവദാസൻ ആഗ്രഹിക്കുന്നത് ആ കൊടുക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഏറുന്ന ഒരു ഫലം ഈ ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ. So when you give to a man of God, it is not that he seeks the gift, but he seeks the fruit that abounds to your account. ഹല്ലേലൂയ. മറ്റുള്ളവരെ പറ്റി വിചാരമുള്ള ഒരു അപ്പോസ്തലൻ. He cared about others. ആമേൻ. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, So Paul is saying, ചിലരൊക്കെ പറയുന്നുണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി കൊടുക്കരുത്, അല്ലെങ്കിൽ സ്വതന്ത്രം അത് കൊടുക്കുന്നത് സാമ്പത്തികമായിട്ട് മാത്രമല്ല, ഒരു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഈ ദിവസം ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാകുക. He's saying what you can do, fathers, it might be not just finances, but whatever you can do for the kingdom of God, you should do. ആമേൻ. അപ്പോൾ 2 കൊരിന്ത്യർ 8:6 പറയുന്നു, 2 Corinthians 8, ആമേൻ, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, those who sow sparingly will reap sparingly. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. Those who sow bountifully will reap bountifully. അതിന് താഴെയാണ് പറഞ്ഞിരിക്കുന്ന, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. So let each one give as he has determined in his heart. ഞരങ്ങിക്കൊണ്ടൊന്നും കൊടുക്കരുത്. We should not give anything grudgingly. സങ്കടത്തോടെ കൊടുക്കരുത്. We should not give out of grief. എന്റെ ദൈവം 10 കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് കൊടുക്കുകയാണെന്ന് ഒരിക്കലും വിചാരിച്ചേക്കരുത്. My God told me I should give 1/10. I should not give it unwillingly. ഏതെങ്കിലും ദൈവസഭയെ ദൈവദാസന്മാർ നിർബന്ധിച്ചുകൊണ്ട് കൊടുക്കരുത്. Because somebody is forcing you, you should not give. ആമേൻ. സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവൻ സന്തോഷത്തോടെ കൊടുക്കുന്നു. If you love God, you will give cheerfully. അപ്പോൾ എന്തുമാത്രം നിങ്ങൾ കൊടുക്കുന്നു അതിനനുസരിച്ച് സ്വർഗ്ഗത്തിലെ കണക്ക് പുസ്തകത്തിനകത്ത് നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിലും ഈ ദിവസങ്ങൾ ദൈവം ചെയ്യുമെന്ന് ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ വിളിച്ചു പറയുന്നു. So how much ever you give, God has an account to what you have given, and He will bless you accordingly. ആമേൻ. നിങ്ങൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്താൽ, If you give joy to others, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, if you are willing to pray for others, നിങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ, if you are willing to comfort others, നിങ്ങൾക്ക് സ്നേഹം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, when you give love to others, ആമേൻ, കൊടുപ്പിൻ നിങ്ങൾക്കും കിട്ടും. give and you will be given. അമർത്തി, You press down, കുലുക്കി, shaken, കവിയുന്ന ഒരളവിൽ, and overflowing measure, അല്ലെങ്കിൽ അതിന്റെ മേൽ വീണ്ടും നിറച്ചിട്ട് and it will be again filled. നിങ്ങളുടെ മടിയിൽ ദൈവം ഇട്ട് തരും. God will put on your lap. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. With the same measure you give, you will be given. ഞാൻ പറഞ്ഞതല്ല, സർവശക്തനായ ദൈവദൂതൻ യേശു ക്രിസ്തു പറഞ്ഞതാണ്. It is not my words, it is Jesus' words. ഈ ദിവസങ്ങളിൽ നമ്മൾ മുട്ടുതീർക്കുന്ന ദൈവമുണ്ട്. There is a God who will meet our need. ആമേൻ. ഈ ശക്തനായ ദൈവദാസനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലനാണ്. Paul apostle. ആമേൻ. സാമ്പത്തിക മണ്ഡലത്തിൽ മാത്രം ജനിക്കുന്ന പലപ്പോഴും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ വന്നു.
He experienced material financial needs. ആമേൻ. പക്ഷെ അത് മാത്രമല്ല, ശരീരത്തിൽ പോലും അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിച്ച വ്യക്തിയായിരുന്നു. Even in his physically he had a lot of needs. വെളിപ്പാടുകൾ ആധിക്യത്താൽ Because of the abundance of revelation, ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുന്നത് so that I should become proud. ഒരു ജഡത്തിന് ഒരു ശൂലം തന്നിരിക്കുന്നു അദ്ദേഹം പറയുമ്പോൾ He said, God gave me a thorn in the flesh. 3 വട്ടം അദ്ദേഹം പ്രാർത്ഥിച്ചു. 3 times he prayed. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറഞ്ഞു, But God told him, ആമേൻ, കർത്താവ് പറഞ്ഞു അത് മാറിപ്പോകത്തില്ല പൗലോസേ. God told Paul it won't go. ആമേൻ. പക്ഷേ എന്റെ കൃപ നിനക്ക് മതി. My grace is sufficient for you. ഒരു സൗഖ്യത്തിന് വേണ്ടിയായിരിക്കും അദ്ദേഹം പ്രാർത്ഥിച്ചത്. He might have prayed for a healing. ജീവിതത്തിൽ അസ്വസ്ഥത എവിടെയോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. Some discomfort he experienced somewhere. ആമേൻ. ദൈവം പറഞ്ഞു നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്. God told him it is because you do not become proud. നീ എന്റെ ജീവിതത്തിൽ ദൈവം അതിനെ നടത്തുന്നത് നീ എപ്പോഴും അറിയേണ്ടതിന്. It is because you should know that it is God who's leading you. എന്റെ കൃപയാണ് നിന്നെ നടത്തുന്നത് നീ തിരിച്ചറിയുക. You should know that it is my grace that is leading you. നിന്റെ അകത്ത് പോകുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ട്. There is a grace that is given to you through the Holy Spirit. ആ കൃപ അതിനെ കവർ ചെയ്യും. That grace will cover you. ഇത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ പകർന്നിട്ടുണ്ടെങ്കിൽ, If the Holy Spirit has given you that grace, ആമേൻ. എത്ര ദിവസം നമ്മളാക്കി ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ലെങ്കിലും I don't know how many years we will be in this earth. നമ്മൾ ജീവിക്കുന്ന നാൾ വരേക്കും പല ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ വരും. In our lifetime on this earth, we go through many needs. ഹല്ലേലൂയ. പക്ഷേ അതിന്റെയൊക്കെ ഈ മധ്യേ ദൈവം നമ്മളെ കൃപയോടെ നിർത്തും കേട്ടോ. But in the midst of all that, God's grace will be available for us. നമ്മളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് ഈ ദിവസം നടത്തും. In our daily life, God will meet our needs. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. My grace is sufficient for you. My strength is made perfect in your weakness. അപ്പോസ്തലനായ പൗലോസ് എന്റെ ശക്തി ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി It says the power of Christ, എന്റെ മേൽ ആവസിക്കേണ്ടതിന് that the power of Christ may dwell in me. ഞാൻ അതിസന്തോഷത്തോടെ Therefore I will be glad in my infirmities. എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. I will boast in my infirmities. ആമേൻ. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ കർത്താവ് യേശുക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ, If Jesus lives on the inside of ആ us, ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ, if His power is in us, ആ ദൈവശക്തി നമ്മളെ മുന്നോട്ട് നടത്തും. His power will lead us forward. ആമേൻ. ഭൂമി ശൂന്യവും പാഴുമായിരുന്നപ്പോൾ When the earth was formless and void, അതിനുമേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. Holy Spirit was hovering upon the waters. ആത്മാവ് വെള്ളത്തിനുമേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. And the Spirit was hovering upon the waters. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളെ മൂടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, The power of the Holy Spirit is inside of you. ആ കൃപ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നമ്മളെ മുന്നോട്ട് നടത്തും. That grace will lead you forward. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, Paul is saying, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം but through Christ who strengthens me, ഞാൻ സകലത്തിനും മതിയാകാനാകുന്നു. I can do all things through Christ who strengthens ഈ me. ദിവസങ്ങൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, If we have not received the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഈ ദിവസം കടന്നു വരുന്ന ദിവസങ്ങളായി മാറട്ടെ. I pray that the Holy Spirit will come upon each of you. ആ ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം ആ ശക്തി വർദ്ധിക്കട്ടെ. If your power, your strength has decreased, may your strength increase. ആമേൻ. ആ ശക്തി ഈ ദിവസം കുറഞ്ഞു പോകരുത്. That strength should not decrease. ശക്തിക്ക് മേൽ ശക്തി നമ്മൾ പ്രാപിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. We should receive grace, strength upon strength. ഒരു കഴുകനെ പോലെ നിങ്ങൾ ചിറകടിച്ച് പറക്കുന്ന ദിവസങ്ങളായി We മാറട്ടെ. should soar with wings like eagles. അതുകൊണ്ട് എഫീഷ്യന്റെ പുസ്തകം 3:20 പറയുന്നു, That is why Ephesians 3:20 says, നാം ചോദിക്കുന്നതിനും more than we ask നിനക്കുന്നതിനും, or think, ശ്രദ്ധിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതിനും more than you think, നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും more than you ask or think, അത്യന്തം പരമായി exceedingly abundantly, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ through the power which works in us, കഴിയുന്നവൻ through God who works, യേശുക്രിസ്തു. Jesus. യേശുക്രിസ്തുവിലൂടെ. Hallelujah. അപ്പോൾ നമ്മൾ അർഹിക്കാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ മേൽ പകരുവാൻ God is able to give us the things which we don't deserve. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ലായിരിക്കും ദൈവം ഒരുപക്ഷെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. God might give you things which we cannot imagine. നിങ്ങളുടെ പദ്ധതികളല്ല ദൈവിക പദ്ധതികൾ. Our ways, our thoughts are not God's അതിനപ്പുറത്ത് thoughts. ഏതോ ഒരു പദ്ധതി ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ജീവിതത്തിന്മേൽ ദൈവം കാണുകയാണ്. Beyond that, God has a plan for your life. അല്ലെങ്കിൽ അതിനായിട്ട് ദൈവത്തെ എത്ര സ്തോത്രം ചെയ്യും. How many people will thank God for നിങ്ങളുടെ that? സൗമ്യത സകല മനുഷ്യർ അറിയട്ടെ. Let your gentleness be known to all. കർത്താവ് വരാൻ സമയമായിരിക്കുന്നു. It's time for the Lord to return. ആമേൻ. ഈ ദിവസം ദൈവം തന്നെ മഹത്വത്തോടെ God will lead us forward. ആമേൻ. നമ്മുടെ ധനത്തിനൊത്തവണ്ണമല്ല, Not according to our riches. സ്വർഗത്തിൽ ഒരു കുറവുമില്ല. There is no lack in the heavens. ആമേൻ. ലോകത്തെ ഏറ്റവും വലിയ ധനാഢ്യൻ നമ്മുടെ ദൈവമാണ്. Greatest rich person is our God. ആമേൻ. അവന്റെ മഹത്വത്തിന്റെ അവന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കോണം
when His glory is revealed in our life. നമ്മുടെ ബാങ്ക് ബാലൻസിനൊത്തവണ്ണമോ അല്ലെങ്കിൽ നമ്മുടെ ശമ്പളത്തിനൊത്തവണ്ണമോ അല്ല ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത്. He does not meet our needs according to our balance or according to our riches. ദൈവത്തിന്റെ മഹത്വത്തിന് ധനത്തിനൊത്തവണ്ണം According to His riches and glory. മറ്റൊരു പേരിലുമല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. In the name of Jesus. ആമേൻ. അത് കുറച്ച് മാത്രം തീർത്തരുത്തില്ല, ദൈവം തീർക്കുമ്പോൾ പൂർണ്ണമായിട്ടും തീർത്തരും. He will meet all our needs, not just a little of the needs. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവത്തെ എത്ര നന്ദി പറയാൻ സാധിക്കും. How many of you can thank God for that? ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Can we thank God? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം. God, I thank you for your promises. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് ഒരു നിമിഷം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യാം. We thank God for His promises. God's promises are amen and amen in Christ Jesus. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം പൂർത്തീകരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. Open your heart if you are going through any kind of pain. You been crying. ഒരു പക്ഷേ അതിനുവേണ്ടി ഈ ദിവസങ്ങൾ maybe നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിട്ടിരിക്കുക അവസ്ഥയായിരിക്കും. Maybe you have lost the hope. പക്ഷേ today Jesus, ഈ ദിവസങ്ങളിൽ these days find joy in Him. ആ കർത്താവിൽ സന്തോഷം കണ്ടെത്തുക. Let His presence be with you. പ്രാർത്ഥിക്കാൻ ask the Lord to help you in prayer. പ്രാർത്ഥിപ്പാൻ നിങ്ങളെ സഹായിക്കാൻ കർത്താവിനോട് ചോദിച്ചാൽ നിങ്ങൾ നമ്മുടെ വിശ്വാസ ദിവസം വർദ്ധിക്കുവാൻ ask Him, increase my faith, Lord, as the faith of Abraham, Lord. Lord, give me that, fill me with your spirit, Lord. Strengthen me, Lord, in my lack, in my emptiness, Lord. Fill me with your spirit, Lord. The പരിശുദ്ധ ആത്മാവിനെ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ രാത്രി this time God's hand will be upon you. Lord, we pray right now, Lord, people who are going through, Lord, who is praying along with me, Lord, let your mighty hand, outstretched arm be upon them, Lord. അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി, may the power of the Holy Spirit come upon them, Lord. Release them, Lord, from every kind of torments, Lord. കർത്താവേ, കടന്നുപോകുന്ന വേദനകൾ കർത്താവേ അവരെ വിട്ടുവീക്കണമേ. കർത്താവേ, അവരുടെ നിരാശയായിരിക്കുന്ന anyone depressed, Lord, take away depressed, Lord. If anyone is fearful, Lord, release the fears, Lord. Let your presence right now be revealed, Lord. I pray, Lord, that you touch them, Lord. Amen. The healing hand of God may come upon them. അവരുടെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ഈ സമയം ചലിക്കുന്നവാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ let them receive the children, Lord. Yes, Lord. Hallelujah.